സോ വെൽക്കം ബാക്ക് ടു എ ചാനൽ. സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മൊഡ്യൂൾ 1ൻ്റെ ജസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ ഡെഫിനേഷനും ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് COAയുടെ മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കാണ്, അതായത് സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സാലിയൻ ഫീച്ചേഴ്സാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് സാലിയൻ ഫീച്ചേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. സോ അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് നോക്കാം. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. സോ അതിൽ ഫസ്റ്റ് പോയിന്റ് വന്നിട്ട് ലെന്തിയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് വേണം വേൾഡിൽ തന്നെ ഏറ്റവും ലെന്തിയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ. കാരണം അതിൽ 448 ആർട്ടിക്കിൾസ് ഉണ്ട്. അതിൽ 25 പാർട്ടുണ്ട്. സോ അത്രയും ലെന്തിയസ്റ്റ് ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. സെക്കൻഡ് സാലിയൻ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ദ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ്, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഗവൺമെന്റ് ഫോളോ ചെയ്തൊരു പാർലമെന്ററി സിസ്റ്റം അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഹെഡ് വിത്ത് സോവേറിയൻ റൈറ്റ്സ് ഒക്കെ ഉള്ളത് നമ്മുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആയിരിക്കും. അത് കഴിഞ്ഞായിരിക്കും നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിരിക്കും എക്സിക്യൂട്ടീവ് മെമ്പറായിട്ട് വരുന്നത് ഇന്ത്യയുടെ. അങ്ങനെ അതായിരിക്കും നമ്മുടെ ഫോളോ ചെയ്യുന്നത്. അതായത് പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റാണ് നമ്മളിവിടെ സാലിയൻ ഫീച്ചർ, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏറ്റവും വലിയ സാലിയൻ ഫീച്ചർ. യൂണിക് ബ്ലെൻഡ് ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. ഒബ്വിയസ്ലി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ യൂണിക് ബ്ലെൻഡ് ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ബാക്കിയുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് വേർതിരിഞ്ഞ് നിൽക്കുന്നത്. ഓക്കെ, പിന്നുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ റൈറ്റ്സ്. അതായത് നമുക്കറിയാം ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഓരോ സിറ്റിസൻസിനും അവകാശപ്പെട്ട റൈറ്റ്സ് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിലുണ്ട്. അവരുടെ സ്പിരിച്വൽ ഡെവലപ്മെൻറ്റിനായാലും അവരുടെ ഓൺ ഡെവലപ്മെൻറ്റ്, അവരുടെ റൈറ്റ്സിനും റിലീജിയസ് റൈറ്റ്സിനും എല്ലാത്തിനുമായിട്ടാണ് ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊടുത്തിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് ഓൾസോ വൺ ഓഫ് ദ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. നെക്സ്റ്റ് വന്നിട്ട് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി. അതായത് നമ്മൾ പറഞ്ഞു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറഞ്ഞാൽ DPSP. സോ DPSP എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് ഇനി വരുന്ന മൊഡ്യൂളിൽ പഠിക്കാനുള്ളതാണ് ഈ DPSP എന്ന് പറഞ്ഞൊരു പോളിസിയാണ്. അത് മെയിൻലി ഉദ്ദേശിക്കുന്നത് ദാറ്റ് എയിംസ് ഫോർ ദ ഇന്ത്യ ആസ് എ വെൽഫെയർ സ്റ്റേറ്റ്. നമ്മുടെ ഇന്ത്യ ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആക്കാനുള്ളൊരു പോളിസിയാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. സോ ഈ DPSP എന്താണ്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വൺ ഓഫ് ദ സാലിയൻ ഫീച്ചറാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ആറാമത്തെ സാലിയൻ ഫീച്ചർ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് മെയിൻലി നമ്മുടെ അഡൽട്ട് ആയിട്ടുള്ള ഏതൊരു പൗരനും നമ്മുടെ ഇന്ത്യയിലുള്ള ഏതൊരു പൗരനും വോട്ട് ചെയ്യാനുള്ള അവകാശം, അതുപോലെ സ്വന്തമായിട്ടൊരു ബിസിനസ് 18 വയസ്സ് കഴിഞ്ഞ് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാനുള്ള ഒരു അവകാശം, അങ്ങനത്തെ റൈറ്റ്സ് ഒക്കെ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറഞ്ഞ ഫീച്ചറാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് സെവൻത് വൺ സെക്കുലാർ സ്റ്റേറ്റ്. നമുക്കറിയാം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് മൊത്തത്തിൽ ഒരു സെക്കുലാറിസം ഉള്ളൊരു സ്റ്റേറ്റ്. കാരണം അവിടെ നമുക്ക് ജാതിയില്ല, മതമില്ല. കാരണം പല സ്റ്റേറ്റും നമുക്കറിയാം, പല കാസ്റ്റും റിലീജിയൻസിലുള്ള ആൾക്കാർ എല്ലാവരും കൂടി സെക്കുലർ ആയിട്ടാണ് നമ്മുടെ രാജ്യത്ത് താമസിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റേറ്റ് എന്താണ്? ഒരു സെക്കുലർ സ്റ്റേറ്റ് ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ സിംഗിൾ സിറ്റിസൺഷിപ്പ്. നമുക്കറിയാം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ഫീച്ചർ തന്നെയാണ് നമ്മുടെ സിംഗിൾ സിറ്റിസൺഷിപ്പ്. സോ ഇത്രയുമാണ് നമ്മുടെ 1, 2, 3, 4, 5, 6, 7, 8 സാലിയൻ ഫീച്ചേഴ്സാണ് മെയിനായിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. സോ ഇറ്റ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്തായാലും മൊഡ്യൂൾ 1 നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിപ്പോൾ മാർക്ക് അനുസരിച്ച് വേണം എഴുതാൻ. സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ 3 മാർക്കിനാണ് ചോദിച്ചെങ്കിൽ ജസ്റ്റ് പോയിന്റ്സ് മാത്രം ചെയ്യുക. അല്ലെങ്കിൽ ഒരു 14 മാർക്കിനോ 10 മാർക്കിനോ 8 മാർക്കിനോ വല്ലതുമാണ് ചോദിച്ചെങ്കിൽ, അല്ലെങ്കിൽ 7 മാർക്കിനൊക്കെയാണ് ചോദിച്ചെങ്കിൽ ജസ്റ്റ് ഡിഫൈൻ 1 by 1 ഓരോ സാലിയൻ ഫീച്ചർ എഴുതുക, അതിനെ പറ്റി എഴുതുക. ഞാൻ പറഞ്ഞില്ലേ പോയിന്റ്സ്, അതിനെ ജസ്റ്റ് ഒന്ന് 1 വേർഡായിട്ട് എഴുതിയാൽ മാത്രം മതി. സോ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോകാം. നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ള പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു പ്രിയാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇറ്റ് സ്റ്റേറ്റ്സ് ഒബ്ജക്റ്റീവ്സ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ് ഈ പ്രിയാമ്പിൾ പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഈസ് ദ സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് കണ്ടെയ്ൻസ് ദ സമ്മറി ഓർ എസൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു സമ്മറി, അതിൻ്റെ ഒരു സോൾ എന്നൊക്കെ പറയുന്നത് ഈ പ്രിയാമ്പിളാണ്. സോ പ്രിയാമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യാണ് പ്രിയാമ്പിൾ ചോദിച്ചിട്ടുണ്ട് ഇതിന് മുമ്പ്. സോ പ്രിയാമ്പിളിലെ മെയിൻ സമ്മറി നമുക്ക് നോക്കാം. സമ്മറി ഓഫ് ദ പ്രിയാമ്പിൾ ഇപ്പോൾ കാണുന്നതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ പ്രിയാമ്പിൾ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ പ്രിയാമ്പിൾ. ജസ്റ്റ് നോക്കിക്കേ. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളിൻലി റിസോൾവ്ഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻടു എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പ്രിയാമ്പിളിലെ മെയിനായിട്ട് പറയുന്ന പോയിന്റ്സ് ആണിത്. സോവറിൻ ആണ്, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് ആൻഡ് റിപ്പബ്ലിക്.
and to secure to all its citizens. അത് മാത്രമല്ല ഈ വേറെ എന്തൊക്കെ പറഞ്ഞു, ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി, ഫെറ്റേണിറ്റി. ഓക്കെ, ജസ്റ്റിസ് എന്താ പറഞ്ഞിരിക്കുന്നത്, സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ് വേണം. ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്. ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി ഇക്വാലിറ്റി വേണം. ആൻഡ് ടു പ്രൊമോട്ട് അമംഗ് ദം ഓൾ, എല്ലാ ആൾക്കാരും, ജെൻഡർ ഇക്വാലിറ്റി, ഇതൊക്കെ ഇക്വാലിറ്റി എന്ന് പറയുന്നുണ്ട്. പിന്നെ ഫെറ്റേണിറ്റി, അഷ്വറിങ് ദ ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ആൻഡ് ദ യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദ നേഷൻ. ഫെറ്റേണിറ്റി മെയിൻ പറഞ്ഞത് ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ആൻഡ് ഓൾസോ ദ ഇൻറ്റഗ്രിറ്റി ഓഫ് ദ നേഷൻ. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Okay, so നമുക്ക് സമ്മറി ഓഫ് പ്രിയാമ്പിൾ ഇതാണ്. ജസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിലെ പ്രിയാമ്പിൾ ഇതാണ്. പ്രിയാമ്പിൾ ചോദിച്ചാൽ ഇതൊരു ജസ്റ്റ് ഒരു ബോക്സ് വെച്ചിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രിയാമ്പിൾ ജസ്റ്റ് ഇത്രയും എഴുതിയാൽ കൊള്ളായിരിക്കും. ഇത് ഇത്രയും മെയിനായിട്ട് പ്രിയാമ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയും പോയിന്റ്സ് അതിലുണ്ടാവണം. ഓക്കെ, പ്രിയാമ്പിൾ ഇത് ഇത്രയും പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്, പിന്നെ ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി. ഇതൊക്കെ നമ്മുടെ സിറ്റിസൺഷിപ്പിന് സെക്യൂർ ചെയ്യാനുള്ളതാണ് ഈ പ്രിയാമ്പിൾ പറയുന്നത്. സോ നമുക്കിനി സമ്മറി ഓഫ് ദ പ്രിയാമ്പിൾ നോക്കാം. സോഴ്സ് ഓഫ് അതോറിറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ദ പ്രിയാമ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിറൈവ്സ് ഇറ്റ്സ് അതോറിറ്റി ഫ്രം ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. നമ്മൾ പറഞ്ഞു ആദ്യം വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നല്ലേ തുടങ്ങിയത് പ്രിയാമ്പിൾ, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, നേച്ചർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്. അതായത് പ്രിയാമ്പിൾ ഡിക്ലെയർസ് ഇന്ത്യ ടു ബി. പ്രിയാമ്പിൾ എന്താണ് ഡിക്ലെയർ ചെയ്യുന്നത്? Preamble declares the India to be of sovereign ആയിരിക്കണം, socialist and secular and democratic and republican polity. സോ നമ്മുടെ ഇന്ത്യൻ സ്റ്റേറ്റ് എന്തായിരിക്കണം എന്ന് പറഞ്ഞാൽ പ്രിയാമ്പിൾ ഡിക്ലെയർ ചെയ്യുന്ന നമ്മുടെ ഇന്ത്യൻ സ്റ്റേറ്റ് സോവേറിയനും സോഷ്യലിസ്റ്റും സെക്യുലറും ഡെമോക്രാറ്റിക്കും റിപ്പബ്ലിക്കുമായൊരു സ്റ്റേറ്റ് ആയിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെ നമ്മൾ പറഞ്ഞു? ദ പ്രിയാമ്പിൾ സ്പെസിഫൈസ് ഒബ്ജക്റ്റീവ്സ് സച്ച് ആസ് ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി. നമ്മൾ പറഞ്ഞില്ലേ ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റിയാണ് മെയിൻലി സ്പെസിഫൈ ചെയ്യുന്നത്. പിന്നെ ഡേറ്റ് ഓഫ് അഡോപ്ഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്ത ഡേറ്റും പറയുന്നുണ്ട് പ്രിയാമ്പിൾ. ദാറ്റ് ഇസ് 26 November 1949. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഓൾസോ. ഈ പോയിന്റ് ഒക്കെ മറക്കാതെ എഴുതുന്നത് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ, സോ ഡേറ്റ് ഓഫ് അഡോപ്ഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ 26 November 1949 കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തത്. സോ ഇതാണ് പ്രിയാമ്പിളിൻ്റെ സമ്മറി. സോ പ്രിയാമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോകാം. സോ നമുക്കിനി നോക്കാനുള്ള ടോപ്പിക്ക് യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ്. സോ യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ് നോക്കാം. ആർട്ടിക്കിൾ 1 to 4, അതായത് പാർട്ട് 1 കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിലെ പാർട്ട് 1 ആർട്ടിക്കിൾ 1 to 4 ആണ് യൂണിയൻ ആൻഡ് ടെറിട്ടറീസിനെ പറ്റി പറയുന്നത്. ഈ ആർട്ടിക്കിൾസിൻ്റെ നമ്പേഴ്സൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്ത് വയ്ക്കുക. അതേപോലെ ഏത് പാർട്ടിലാണ് ഈ ടോപ്പിക്ക് പറഞ്ഞത് നോക്കി വയ്ക്കുക. സോ നമുക്ക് ഇങ്ങനത്തെ യൂണിയൻ ടെറിട്ടറീസിനെ പറ്റി ചോദിക്കുമ്പോൾ നമുക്ക് ഈ പോയിന്റ്സ് ഒക്കെ അതിൽ ആഡ് ചെയ്യാൻ പറ്റും. സോ ആർട്ടിക്കിൾ 1 to 4 പാർട്ട് 1 കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ യൂണിയൻ ആൻഡ് ടെറിട്ടറീസിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. ആർട്ടിക്കിൾ 1 ഡിസ്ക്രൈബ്സ് ഇന്ത്യ. അപ്പോൾ ആർട്ടിക്കിൾ 1 പറയുന്നത് ഇന്ത്യയെ പറ്റിയും, ദാറ്റ് ഈസ് ഭാരത് ആസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. ഇന്ത്യ നമ്മുടെ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ് അല്ലേ, ഒരുപാട് സ്റ്റേറ്റ്സ് 28 സ്റ്റേറ്റ്സ് ചേർന്നിട്ടുള്ളതാണ് നമ്മുടെ ഇന്ത്യ. സോ ആർട്ടിക്കിൾ 1 പറയുന്നത് ഇന്ത്യയെ പറ്റിയും, അതുപോലെ ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഹാഡ് ടു അഡോപ്റ്റ് എ മിക്സ് ഓഫ് ബോത്ത് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത്. സോ അത് മെയിൻലി പറയുന്നത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഭാരത് എന്ന് ഇന്ത്യ സെയിം ആണ്. അതേപോലെ ദ കൺട്രി ഈസ് ആൻ ഇൻറ്റഗ്രൽ ഹോൾ ആൻഡ് ഡിവൈഡഡ് ഇൻറ്റു ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ്. നമ്മുടെ ഇന്ത്യയെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ആയിട്ട്, ഓൺലി ഫോർ ദ കൺവീനിയൻസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. അതായത് ഭരിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ സ്റ്റേറ്റ്സ് ആയിട്ട് നമ്മുടെ ഇന്ത്യ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. According to Article 1 പ്രകാരം the territory of the India can be classified into 3 categories. നമ്മുടെ ഇന്ത്യൻ ടെറിട്ടറിയെ നമുക്ക് 3 കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ ടെറിട്ടറീസ് ഓഫ് ദ സ്റ്റേറ്റിൻ്റെ ടെറിട്ടറീസ്, പിന്നെ യൂണിയൻ ടെറിട്ടറീസ്, പിന്നെ ടെറിട്ടറീസ് ദാറ്റ് മേ ബി അക്വയർഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അക്വയർ ചെയ്ത ടെറിട്ടറീസ് അറ്റ് എനി ടൈം. സോ അറ്റ് പ്രസൻറ്റ് ദർ ആർ 28 സ്റ്റേറ്റ്സ്. മൊത്തത്തിൽ ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ 28 സ്റ്റേറ്റ്സും 9 യൂണിയൻ ടെറിട്ടറീസുമാണ് ഉള്ളത്. ദ സ്റ്റേറ്റ്സ് ആർ ദ മെമ്പേഴ്സ് ഓഫ് ദ ഫെഡറൽ സിസ്റ്റം. ഫെഡറൽ സിസ്റ്റത്തിൻ്റെ മെമ്പേഴ്സാണ് സ്റ്റേറ്റ്സ്. ആൻഡ് ഷെയർ എ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവേഴ്സ് വിത്ത് ദ സെൻറ്റർ. ഈ സ്റ്റേറ്റ്സ് തന്നെ അവരുടെ പവേഴ്സ് സെൻറ്ററുമായിട്ട് ഡിസ്ട്രിബ്യൂട്ടും ചെയ്യാറുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ആർട്ടിക്കിൾ 2 എന്താണ് പറഞ്ഞത്? ആർട്ടിക്കിൾ 2 ഗ്രാൻസ് 2 പവേഴ്സ് ടു ദ പാർലമെൻറ്റ്. 2 പവേഴ്സാണ് പാർലമെൻറ്റിലോട്ട് കൊടുക്കുന്നത്. അത് ദ പവർ ടു അഡ്മിറ്റ് ഇൻ ദ യൂണിയൻ ഓഫ് ഇന്ത്യ ന്യൂ സ്റ്റേറ്റ്സ് ആൻഡ് ദ പവർ ടു എസ്റ്റാബ്ലിഷ് ന്യൂ സ്റ്റേറ്റ്സ്. അതായത് പുതിയ സ്റ്റേറ്റ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള പവറും, അതേപോലെ പവർ ടു അഡ്മിറ്റ് ഇൻ ടു ദ യൂണിയൻ ഓഫ് ഇന്ത്യ ന്യൂ സ്റ്റേറ്റ്സ്. Article 3 പറയുന്നത് on the other hand relates to the information of our changes in the existing states of the Union of India. In other words, Article 3 deals with
in the internal readjustment of the territories of constituent states of the Union of State. അതായത് കോൺസ്റ്റിറ്റ്യൂന്റ് സ്റ്റേറ്റ്സിൻ്റെ ടെറിട്ടറീസിൻ്റെ റീ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ആർട്ടിക്കിൾ 3യിൽ പറയുന്നത്. സോ മൊത്തത്തിൽ ആർട്ടിക്കിൾ 1 to 4 മൊത്തം ഡീൽ ചെയ്യണം എന്താണ്, ഈ യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസിൻ്റെ ഫങ്ഷൻസും അതിൻ്റെ ന്യൂ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സിനും കാര്യങ്ങളായിരിക്കും ആർട്ടിക്കിൾ 1 to 4 പറയുന്നത്. സോ നോക്ക്, ആർട്ടിക്കിൾ 3 വീണ്ടും പറയുന്നത് ഇറ്റ്സ് ഫോംസ് എ ന്യൂ സ്റ്റേറ്റ് ഫോം ചെയ്യുന്നത് ആർട്ടിക്കിൾ 3യിൽ പറയുന്നുണ്ട്. അതേപോലെ ഇൻക്രീസ് ദ ഏരിയ ഓഫ് എനി സ്റ്റേറ്റ്, ഏതെങ്കിലും സ്റ്റേറ്റിൻ്റെ ഏരിയ ഇൻക്രീസ് ചെയ്യാനും ഡിമിനിഷ് ദ ഏരിയ ഓഫ് എനി സ്റ്റേറ്റ്, ഏതെങ്കിലും സ്റ്റേറ്റ് കളയാനോ, അല്ലെങ്കിൽ ഓൾട്ടർ ദ ബൗണ്ടറീസ് ഓഫ് എനി സ്റ്റേറ്റ്, ഏതെങ്കിലും സ്റ്റേറ്റിൻ്റെ ബൗണ്ടറീസ് ഓൾട്ടർ ചെയ്യാനോ, അല്ലെങ്കിൽ ഓൾട്ടർ ദ നെയിം ഓഫ് എനി, ഏതെങ്കിലും സ്റ്റേറ്റിൻ്റെ പേര് മാറ്റണോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആർട്ടിക്കിൾ 3യിലായിട്ടും ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. Moreover, the Constitution Article 4, അതായത് യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ് പാർട്ട് 1ലെ യൂണിയൻ ആൻഡ് ടെറിട്ടറീസിൽ ആർട്ടിക്കിൾ 4 ലാസ്റ്റ് ആർട്ടിക്കിൾ പറയുന്നത് ഇറ്റ്സെൽഫ് ഡിക്ലെയർസ് ദാറ്റ് ലോസ് മെയ്ഡ് ഫോർ ദ അഡ്മിഷൻ ഓർ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ന്യൂ സ്റ്റേറ്റ്സ് ആൻഡ് ദ ഫോർമേഷൻ ഓഫ് ദ ന്യൂ സ്റ്റേറ്റ്സ് ആൻഡ് ഓൾട്ടറേഷൻ ഓഫ് ഏരിയാസ്, ബൗണ്ടറീസ് ഓർ നെയിംസ് ഓഫ് എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ്സ് ആർ നോട്ട് ടു ബി കൺസിഡർഡ് ആസ് ദ അമെൻഡ്മെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ അണ്ടർ ആർട്ടിക്കിൾ 360. അതായത് 368 ആർട്ടിക്കിൾ പ്രകാരം കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അമെൻമെൻറ്റിൽ വരുന്നതല്ല, അമെൻമെൻറ്റിൽ കൺസിഡർ ചെയ്തില്ല. അതായത് ഇപ്പോൾ ഒരു പുതിയ സ്റ്റേറ്റ് ഫോം ചെയ്താലോ, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഓൾട്ടറേഷനോ, അല്ലെങ്കിൽ ആ പുതിയ സ്റ്റേറ്റിൻ്റെ പേര് മാറ്റുകയോ, പഴയ സ്റ്റേറ്റിൻ്റെ പേര് മാറ്റുകയോ, ഏരിയ വൈഡർ ആക്കുകയോ, ഓൾട്ടറേഷൻ എന്തെങ്കിലും സംഭവിച്ചാൽ അതൊന്നും കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അമെൻമെൻറ്റ് കൺസിഡർ ചെയ്യത്തില്ല. ദിസ് മീൻസ് ദാറ്റ് സച്ച് ലോസ് ക്യാൻ ബി പാസ്ഡ് ബൈ സിമ്പിൾ മെജോറിറ്റി ആൻഡ് ബൈ ദ ഓർഡിനറി ലെജിസ്ലേറ്റീവ് പ്രോസസ്. സോ ഈ ലോസൊക്കെ നമുക്ക് സിമ്പിൾ മെജോറിറ്റി, അതായത് ഓർഡിനറി ലെജിസ്ലേറ്റീവ് പ്രോസസ്സ് വഴി പാസ്സാക്കുന്നതാണ്. ഓക്കെ. നമുക്കിനി പഠിക്കാനുള്ള സിറ്റിസൺഷിപ്പ് എന്താണെന്നാണ്. സോ വാട്ട് ഈസ് എ സിറ്റിസൺഷിപ്പ്? Citizenship is the status of a person recognized under the law of a country of belonging to thereof. അതായത് ഒരു പേഴ്സൻ്റെ സ്റ്റാറ്റസ് ആണ് സിറ്റിസൺഷിപ്പ് സത്യം പറഞ്ഞാൽ മെൻഷൻ ചെയ്യുന്നത്. അതായത് റെക്കഗ്നൈസ് അണ്ടർ ദ ലോ ഓഫ് എ കൺട്രി, ഒരു കൺട്രി റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു പേഴ്സൻ്റെ സ്റ്റാറ്റസ് സിറ്റിസൺഷിപ്പ് വഴിയാണ് നമുക്ക് റെക്കഗ്നൈസ് ആണ്. സിറ്റിസൺസ് ആർ ഫുൾ ഓഫ് മെമ്പേഴ്സ് ഓഫ് എൻ ഇന്ത്യൻ സ്റ്റേറ്റ് ഹു എൻജോയ്സ് ഓൾ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ്. ഇന്ത്യയിലുള്ള മെമ്പേഴ്സാണ് സിറ്റിസൺസ് എന്ന് പറയുന്നത്. അവർ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് അവർക്കുണ്ടാകും. The Constitution deals with the citizenship from Article 5 to 11 Part 2. Part 2ലാണ് സിറ്റിസൺഷിപ്പ് മെയിൻലി പറയുന്നത്. അത് എവിടെ തൊട്ടാണ്? ആർട്ടിക്കിൾ 5 to 11. നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ 1ൽ പറയുന്നത് യൂണിയൻ ആൻഡ് ടെറിട്ടറീസ്, അത് ആർട്ടിക്കിൾ 1 to 4 ആണ്. പാർട്ട് 2ൽ പറയുന്നത് സിറ്റിസൺഷിപ്പിനെ കുറിച്ചാണ്, അത് ആർട്ടിക്കിൾ 5 to 11 വരെയാണ്. സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്താണ്? ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് സിംഗിൾ സിറ്റിസൺഷിപ്പ് ചോദിക്കും. ദ സിറ്റിസൺസ് ഇൻ ഇന്ത്യ allegiance only to the union. There is no separate state citizen. അതായത് സിറ്റിസൺഷിപ്പ് മെയിൻലി ഉദ്ദേശിക്കുന്നത് ഇന്ത്യ ആയിട്ടുള്ള സിറ്റിസൺസ് ആണ്. അതായത് സ്റ്റേറ്റ് ബേസ്ഡ് സിറ്റിസൺഷിപ്പ് ഇല്ല. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത് ഇന്ത്യൻ സിറ്റിസൺഷിപ്പാണ്. അതാണ് മെയിൻലി ഇത് കോർഡിനേറ്റ് ചെയ്ത് ഓൺലി ടു ദ യൂണിയൻ, നോട്ട് ഫോർ ദ സ്റ്റേറ്റ്സ്. അതാണ് സിംഗിൾ സിറ്റിസൺഷിപ്പാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോളോ ചെയ്യുന്നത്. ഇറ്റ്സ് ഓൾസോ എ സാലിയന്റ് ഫീച്ചർ ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. According to the Constitution, the following 4 categories of persons become the citizens of India and its commencement on January 26, 1950. January 26, 1950 തൊട്ട് ഈ പറഞ്ഞിരിക്കുന്ന കാറ്റഗറീസ് ഓഫ് പേഴ്സൺസിനായിരിക്കും നമ്മുടെ ഇവിടുത്തെ become the citizens of India ആവുന്നത്. Persons domiciled in India, അതായത് ഇന്ത്യയിൽ തന്നെ ഉള്ള ആൾക്കാർ. Persons migrated from Pakistan, പാകിസ്ഥാനിൽ നിന്ന് വന്നവർ. Persons migrated to Pakistan but later returned, പാകിസ്ഥാനിലോട്ട് പോയിട്ട് പിന്നെ തിരിച്ചു വന്നവർ. പിന്നെ പേഴ്സൺസ് ഓഫ് ഇന്ത്യൻ ഒറിജിൻ റിസൈഡിങ് ഔട്ട്സൈഡ് ഇന്ത്യ, അതായത് ഇന്ത്യയിലായിരിക്കും ജനിച്ചത്, പക്ഷേ ഇപ്പോൾ താമസിക്കുന്നത് റിസൈഡ് ചെയ്യുന്നത് വേറെ രാജ്യത്തായിരിക്കും. അങ്ങനെയുള്ളവർക്കൊക്കെ സിറ്റിസൺഷിപ്പ് ഉണ്ടാവും. സോ സിറ്റിസൺഷിപ്പ് ആക്ട് ഉണ്ട്. സിറ്റിസൺഷിപ്പ് ആക്ട് 1955 പ്രകാരം എന്താണ് പറയുന്നത് നോക്കാം. സിറ്റിസൺഷിപ്പ് ആക്ട് 1955 പ്രൊവൈഡ്സ് ഫോർ അക്വിസിഷൻ ആൻഡ് ലോസ് ഓഫ് സിറ്റിസൺഷിപ്പ് ആഫ്റ്റർ കമൻസ്മെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. അതിൽ അക്വിസിഷൻ ഓഫ് സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞാൽ ടൈപ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ ടൈപ്സ് ഓഫ് സിറ്റിസൺഷിപ്പ് ഉണ്ട്. നമുക്ക് സിറ്റിസൺഷിപ്സ് മൊത്തത്തിൽ പല ടൈപ്പ്, ആ ടൈപ്പ് പ്രകാരം ഏത് ടൈപ്പ് വേണം നമുക്ക് സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്യാവുന്നതാണ്. സോ അതിൽ ഫസ്റ്റ് വൺ ബൈ ബർത്ത് നമുക്ക് അക്വയർ ചെയ്യാൻ പറ്റും സിറ്റിസൺഷിപ്പ് ബൈ ബർത്ത്. പിന്നെ ഡിസെൻറ്റ്, എ പേഴ്സൺ ബോൺ ഔട്ട്സൈഡ് ഇന്ത്യ, അതായത് എ പേഴ്സൺ ബോൺ ഔട്ട്സൈഡ് ഇന്ത്യ ഷാൽ നോട്ട് ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. പുറത്ത് ജനിച്ച ഒരാൾക്ക് നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കിട്ടില്ല, പക്ഷേ അവരുടെ മാതാപിതാക്കൾ, അച്ഛനോ അമ്മയോ അവരൊക്കെ ചിലപ്പോൾ ഇന്ത്യക്കാരായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവർക്ക് സിറ്റിസൺഷിപ്പ് കിട്ടുക. അതേപോലെ ഇന്ത്യൻ കൗൺസിൽ വിത്തിൻ 1 year, അല്ലെ ഇന്ത്യൻ കോൺസുലേറ്റിലാണ് അവരുടെ ബർത്ത് രജിസ്റ്റർ ചെയ്യുമെങ്കിലും ഇന്ത്യൻഷിപ്പ്, ഓർ വിത്ത് ദ പെർമിഷൻ ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ് പെർമിഷനോടെ അവർക്ക് എന്ത് കിട്ടാം? സിറ്റിസൺഷിപ്പ് കിട്ടാം. ഓക്കെ.
പിന്നെ രജിസ്ട്രേഷൻ ദ സെൻട്രൽ ഗവൺമെന്റ് മേ ഓൺ ആൻ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ആസ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ എനി പേഴ്സൺ. ഏത് പേഴ്സണ് വേണം ഇന്ത്യൻ സിറ്റിസൺഷിപ്പിന് വേണ്ടി രജിസ്റ്റർ ചെയ്യാം. രജിസ്ട്രേഷൻ വഴി സിറ്റിസൺഷിപ്പ് കിട്ടാം. പിന്നെ നാച്ചുറലൈസേഷൻ, അതായത് സെൻട്രൽ ഗവൺമെന്റ് മേ ഓൺ ആൻ ആപ്ലിക്കേഷൻ ഗ്രാൻഡ് എ സർട്ടിഫിക്കറ്റ് ഓഫ് നാച്ചുറലൈസേഷൻ ടു, അതും സെൻട്രൽ ഗവൺമെന്റിൽ ആപ്ലിക്കേഷൻ കൊടുത്ത് നാച്ചുറലൈസേഷൻ വഴി സിറ്റിസൺഷിപ്പ് കിട്ടാം. പിന്നെ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി, ഇഫ് എനി ഫോറിൻ ടെറിട്ടറി ബിക്കംസ് എ പാർട്ട് ഓഫ് ഇന്ത്യ, ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്പെസിഫൈസ് ദ പേഴ്സൺ ഹു എമംഗ് ദ പീപ്പിൾ ഓഫ് ടെറിട്ടറി ഷാൽ ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. അതായത് അതിന് ഫോറിൻ ടെറിട്ടറി ഇന്ത്യയുടെ പാർട്ടായി വരിക. അതായത് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്പെസിഫൈസ് ദ പേഴ്സൺ ഹു എമംഗ് ദ പീപ്പിൾ ഓഫ് ദ ടെറിട്ടറി ഷാൽ ബി എ സിറ്റിസൺസ് ഓഫ്. അങ്ങനെയാണെങ്കിലും അതെന്താ, ആ ടെറിട്ടറിയിലുള്ള പീപ്പിൾ എന്തായിരിക്കും, സിറ്റിസൺസ് ഓഫ് ഇന്ത്യ ആയിരിക്കും. നെക്സ്റ്റ്, ലോസ് ഓഫ് സിറ്റിസൺസ്, അതായത് നിങ്ങൾക്ക് എപ്പോഴൊക്കെ സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെടാം. ബൈ റിനൗൺസിയേഷൻ, എനി സിറ്റിസൺ ഓഫ് ഇന്ത്യ ഓഫ് ഫുൾ ഏജ് ആൻഡ് കപ്പാസിറ്റി ക്യാൻ മേക്ക് എ ഡിക്ലറേഷൻ റിനൗൺസിങ് ഹിസ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ്. അതായത് ഫുൾ ഏജുള്ള അയാൾക്ക് പറയാം, സ്വന്തമായിട്ട് ഡിക്ലെയർ ചെയ്യാം ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് വേണ്ട എന്ന് സ്വന്തമായി പറയുന്നതാണ് ബൈ റിനൗൺസിയേഷൻ. ഏത് സിറ്റിസന് വേണോ പറയാം. ഓക്കെ, സോ ഏത് സിറ്റിസന് വേണ്ടോ, സോ അങ്ങനെ നമുക്ക് ബൈ റിനൗൺസിയേഷൻ പറയാം. സെക്കൻഡ് വരുന്നത് ബൈ ടെർമിനേഷൻ. ബൈ ടെർമിനേഷൻ എന്ന് പറയുമ്പോൾ വെൻ ആൻ ഇന്ത്യൻ സിറ്റിസൺ voluntarily acquires the citizenship of another country, his Indian citizenship automatically terminates. അതായത് ഇപ്പോൾ ഒരു ഇന്ത്യൻ സിറ്റിസൺ ആണ് സത്യം പറഞ്ഞാൽ അയാൾക്ക് വേറൊരു കൺട്രിയിലാണ് ഇപ്പോൾ റെസിഡേറ്റ് ചെയ്യുന്നത്, അവിടെ പോയി ഒരു സിറ്റിസൺഷിപ്പ് എടുത്താൽ നമുക്ക് പറയാം അങ്ങനെയാണെങ്കിൽ അവർക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കട്ടാവുന്നതായിരിക്കും. ഇറ്റ് വിൽ ടെർമിനേറ്റ്. അതാണ് ബൈ ടെർമിനേഷൻ വി ക്യാൻ ലോസ് അവർ സിറ്റിസൺഷിപ്പ്. സോ ബൈ ഡീപ്രിവേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് കമ്പൽസറി ടെർമിനേഷൻ ഓഫ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്. സെൻട്രൽ ഗവൺമെന്റ് ആണ് ഈ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ടെർമിനേറ്റ് ചെയ്യുന്നത്. അതായത് ദ സിറ്റിസൺ ഹാസ് ഒബ്റ്റെയിൻഡ് ദ സിറ്റിസൺഷിപ്പ് ബൈ ഫ്രോഡ് വഴി സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്താൽ അത് കട്ട് ചെയ്ത് കളയും. അതേപോലെ സിറ്റിസൺ ഹാസ് ഷോൺ ഡിസ്ലോയാലിറ്റി ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, അതായത് നമ്മുടെ ഭരണഘടനയോട് ഡിസ്ലോയാലിറ്റി കാണിച്ച സിറ്റിസൺഷിപ്പ് കട്ട് ചെയ്യുക. പിന്നെ സിറ്റിസൺ ഹാസ് അൺലോഫുള്ളി ട്രേഡഡ് ഓർ കമ്മ്യൂണിക്കേറ്റഡ് വിത്ത് ദ എനിമി ഡ്യൂറിങ് എ വാർ, അതായത് വേറെ ശത്രു രാജ്യങ്ങളോട് എന്തെങ്കിലും ട്രേഡോ അൺലോഫുള്ളി ആയിട്ടുള്ള ട്രേഡോ കമ്മ്യൂണിക്കേഷനോ നടത്തിയാൽ നമ്മുടെ സിറ്റിസൺഷിപ്പ് കട്ട് ചെയ്യുക. അല്ലെങ്കിൽ ദ സിറ്റിസൺ ഹാസ് വിത്തിൻ 5 years ആഫ്റ്റർ രജിസ്ട്രേഷൻ ഓർ നാച്ചുറലൈസേഷൻ ബീൻ ഇംപ്രിസ്ൺഡ് ഇൻ എനി കൺട്രി ഫോർ 2 years, അതിൽ ഏതെങ്കിലും രാജ്യത്ത് ജയിലിലൊക്കെ ആയിക്കഴിഞ്ഞാൽ കട്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ സിറ്റിസൺ ഹാസ് ബീൻ ഓർഡിനറി റെസിഡൻറ്റ് ഔട്ട് ഓഫ് ഇന്ത്യ ഫോർ 7 years, അതായത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പുറത്ത് ഏതെങ്കിലും കൺട്രിയിൽ 7 വർഷത്തിൽ കൂടുതൽ താമസിക്കുകയാണെങ്കിലും സിറ്റിസൺഷിപ്പ് കട്ട് ചെയ്യും. ഇതൊക്കെ സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും ടെർമിനേഷൻ ചെയ്യുന്നത്. അതാണ് ബൈ ഡീപ്രിവേഷൻ എന്ന് പറയുന്നത്. സോ മൊത്തത്തിൽ 3 ടെക്നിക്സ് ആണ് ലോസ് ഓഫ് സിറ്റിസൺഷിപ്പിലുള്ളത്. സോ ഇത്രയുമാണ് മോഡ്യൂൾ 1 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഫോർ മോർ വീഡിയോസ് സ്റ്റേ ട്യൂൺഡ് ഇൻ അവർ ചാനൽ. താങ്ക് യു.